സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ കാണാത്ത തീരങ്ങൾ. ചന്ദ്രബാബു കൊലക്കേസിൽ ഹേമചന്ദ്രൻ ശിക്ഷിക്കപ്പെടുമെന്നും കൊലപാതകത്തിൽ അയാളുടെ പങ്കാളിത്തം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയുമെന്നും അനിബാബുവിനോട് സമർത്ഥിക്കാൻ ശ്രമിക്കുകയായിരുന്നു സന്ദീപ്. അനിബാബു അതെല്ലാം നിഷേധിച്ചു. സാറ് പറയുന്ന പോലൊന്നുമല്ല സാറേ, ഞാൻ കേസ് കുറേ നടത്തിയവനാ, എനിക്കറിയാം. സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ഉണ്ടല്ലോ. അയാൾക്ക് ചെറിയ ശിക്ഷയെങ്കിലും കിട്ടും. സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യും. കോടതിയിൽ ചെല്ലുമ്പോൾ മറ്റവന്മാർ രണ്ടുപേരും മൊഴി മാറ്റി പറയും സാറേ. ആരാ? കൂട്ടിക്കൽ സുഖവും കുഞ്ഞുമോനും. പിന്നെ പോത്തിനെ കൊന്നവന്മാരും കുഴിച്ചിട്ടവന്മാരും JCB-കാരനും. അവന്മാരും കൂടെ മൊഴി മാറ്റിയാൽ തീർന്നില്ലേ കേസ്? മറ്റേ 3 പ്രതികളും ചത്തല്ലോ. ഹേമചന്ദ്രൻ ഊരിപ്പോകും സാറേ. എന്തായാലും നമ്മൾ നിയമം കയ്യിലെടുക്കണ്ട. അത് അതിൻ്റേതായ വഴിക്ക് പോട്ടെ. നമുക്ക് വേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങൾ അല്ലിമയുടെ കൊച്ചച്ഛനാണ്. അവളുടെ അച്ഛന് പകരം നിൽക്കാൻ മറ്റൊരു ബന്ധവുമില്ല. മാത്രമല്ല, നിങ്ങളുടെ അച്ഛനും അമ്മയും പ്രായമായവരാണ്. അവരെ നോക്കേണ്ട ബാധ്യതയും ഉണ്ട്. ഈ ബാബു വിസമ്മതാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ടിരുന്നു. സന്ദീപിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ടായിരുന്നു. സന്ദീപ് കോൾ എടുത്തു. സാറേ, ഞാൻ ഓഫീസിലുണ്ടായിരുന്നു. എൻ്റെ ഒരു റിലേറ്റീവ് കാണാൻ വന്നപ്പോൾ ഊണ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഗ്രീൻ പാർക്കിലുണ്ട്. അരമണിക്കൂറിനകം വരും. സന്ദീപ് കോൾ നിർത്തിയപ്പോൾ അനിബാബു ചോദിച്ചു, സാറിൻ്റെ പത്രം ഓഫീസിൽ നിന്നായിരിക്കും അല്ലേ? ഓ, അത് സാരമില്ല. ഞാൻ ലഞ്ച് ടൈമിലാണ് പോകുന്നത്. ഞാൻ കാണാൻ വന്നത് സാറിൻ്റെ ജോലിക്ക് തടസ്സമായി അല്ലേ? നമ്മൾ ഊണ് കഴിക്കാൻ വന്നതല്ലേ? ദാ എത്തിയല്ലോ. ബേറർ പ്ലേറ്റുകളിലും സോസറുകളിലുമായി ചോറും കറികളും കൊണ്ടുവന്ന് നിർത്തി. 2 ഫിഷ് ഫ്രൈ കൂടി എടുത്തു. സന്ദീപ് ഓർഡർ ചെയ്തു. നമുക്ക് തുടങ്ങാം. സന്ദീപ് പപ്പടം പൊടിച്ചുകൊണ്ട് പറഞ്ഞു. അവർ ഊണ് കഴിച്ചുകൊണ്ടിരിക്കെ സന്ദീപിന് വീണ്ടും കോൾ വന്നു. സന്ദീപ് ഇടത് കൈകൊണ്ട് ഫോൺ എടുത്തു നോക്കി. ട്രൂ കോളറിൽ ഹേമചന്ദ്രൻ്റെ പേര് തെളിഞ്ഞു. ഇതയാളാ ഹേമചന്ദ്രൻ, സന്ദീപ് അനിബാബുവിനോട് പറഞ്ഞു. അനിബാബുവിൻ്റെ മുഖത്ത് പെട്ടെന്നൊരു മുറുക്കം ദൃശ്യമായി. സാർ ആലോചിച്ചിട്ടെടുത്താൽ മതി, ഇപ്പം എടുക്കണ്ട. എടുത്താൽ എന്താ കുഴപ്പം? സാറിനെ അയാൾ ഫോണിൽ വിളിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കാര്യം? ഒന്നുകിൽ ഭീഷണിപ്പെടുത്താൻ, അല്ലെങ്കിൽ വെല്ലുവിളിക്കാനും പുച്ഛിക്കാനും. അനിബാബു പറഞ്ഞത് ശരിയായിരിക്കുമെന്ന് സന്ദീപ് അനുമാനിച്ചു. എന്നാലും അയാൾ എന്താ പറയുന്നതെന്ന് കേൾക്കാമല്ലോ. സാറിൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ലേ? ആ, ചെയ്യാം. ചെയ്യണോ? ഇതിനിടയിൽ ഫോൺ റിങ് ചെയ്യുന്നത് നിലച്ചു. അയാൾ ഇനിയും വിളിക്കും, ഉറപ്പാ. സാർ അന്നേരം സ്പീക്കറിൽ ഇടുവാണെങ്കിൽ എനിക്കൂടെ കേൾക്കായിരുന്നു. ഫോൺ ടേബിളിൽ വെച്ച് അതിലേക്ക് തന്നെ നോക്കിയിരുന്ന സന്ദീപ് ഊണ് കഴിച്ചു. വിളിക്കുന്നില്ലല്ലോ, സന്ദീപ് പറഞ്ഞു. വിളിക്കും സാറേ. അയാളുടെ നാക്കും മൂക്കും ചങ്കും കരളും തലച്ചോറും വരെ ചൊറിയുന്നുണ്ട്. സാറല്ലേ എല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് അയാളെ സബ് ജയിലിലും കോടതിയിലും കയറ്റിയത്. ഊണ് കഴിച്ച് തീരാറായപ്പോൾ വീണ്ടും കോൾ വന്നു. സന്ദീപ് കോൾ റെക്കോർഡർ ഓൺ ചെയ്തു. സ്പീക്കർ മോഡിലേക്ക് മാറ്റി. ഹലോ. സന്ദീപ് അറ്റൻഡ് ചെയ്തു. ഹലോ സാറേ, സാറിപ്പോൾ എവിടാ? ആരാന്ന് മനസ്സിലായില്ലല്ലോ. പറയാം, സാർ എവിടെയാന്ന് പറ. ഞാൻ ആലപ്പുഴയുണ്ട്. ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചുകൊണ്ടിരിക്കുക. വിളിക്കുന്നതാരാ? എടാ ഡാഷ് മോനെ, നീ വലിയ പത്രക്കാരനാണല്ലേ. നീ കുറേയൊക്കെ ഉണ്ടാക്കിയല്ലോ. നീ ഇനി എനിക്കിട്ട് ഒരു കോപ്പും ഉണ്ടാക്കാനില്ലെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. മാന്യമായിട്ട് സംസാരിക്കണം. നിങ്ങൾ ആരാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. എന്നെ നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഹേമചന്ദ്രൻ എന്നാ പേര്. ഇപ്പം നിനക്ക് പിടികിട്ടി കാണുമല്ലോ. ഓ, മനസ്സിലായി. മുൻപ് ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന ഹേമചന്ദ്രൻ ഇപ്പോഴും DYSP തന്നെയാണടാ. സസ്പെൻഷൻ മാത്രമേ ഉള്ളൂ. എന്നെ ആരും പിരിച്ചു വിട്ടിട്ടൊന്നുമില്ല. ഞാൻ സർവീസിലോട് തിരിച്ചു കയറുന്ന ദിവസം നിന്നെ വിളിക്കാം. നിനക്കൊരു പാർട്ടിയും തരാം. വളരെ സന്തോഷം. നീ എന്താടാ ചേട്ടേ വിചാരിച്ചത്? എന്നെ തൂക്കുമരത്തിലോട്ട് കയറ്റി തൂക്കിക്കൊല്ലാമെന്നോ? നീയൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യാനില്ല. നിന്റെ തന്ത ജഡ്ജിയുണ്ടല്ലോ, അയാളും അയാളുടെ തലപ്പത്തെ ഹൈക്കോടതിയും അതിനു മേലെയുള്ള സുപ്രീം കോടതി കൂടി നോക്കിയാലും എനിക്കിട്ടൊരു പുല്ലും ചെയ്യാനില്ല. ഞാനേ കളി നല്ല പോലെ പഠിച്ചിട്ടാണ് കളത്തിലിറങ്ങിയത്. നിങ്ങൾ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. ഓലത്തും നീയൊന്ന് പോടാ. പക്ഷേ നീ കരുതിയിരുന്നോ, നീ എൻ്റെ കുടുംബം തകർത്തവനാ. എൻ്റെ ഭാര്യ ഇപ്പം ഡൈവോഴ്സിന് പോകാൻ കാരണം നീയാ. അതിന് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. ഞാൻ സർവീസിലോട്ട് തിരിച്ചു കയറിക്കോട്ടെ. നിനക്ക് മാത്രമല്ല, നീ ഒരുത്തിയെ കെട്ടാനിരിക്കുന്നുണ്ടല്ലോ, അവൾക്കിട്ട് ഞാനൊരു പണി കൊടുക്കുമടാ.
അവളുടെ തള്ളക്കിട്ട് പണി കൊടുത്തവനാ ഞാൻ. ഹേമചന്ദ്രൻ തീരുമാനിച്ചതൊന്നും ഇന്നേ വരെ നടക്കാതിരുന്നിട്ടില്ല, ആശിച്ചതൊന്നും നേടാതിരുന്നിട്ടുമില്ല. നിന്റെ തലയോട്ടിയിലോട്ട് കുറിച്ചു വെച്ചോടാ റാസ്കൽ. കോൾ അടുത്ത നിമിഷം മുറിഞ്ഞു. സന്ദീപ് അനിബാബുവിനെ നോക്കി ഫോണിലേക്ക് നോക്കി അനങ്ങാതിരിക്കുകയാണ്. ചേട്ടൻ ഊണ് കഴിച്ചു തീർന്നില്ല, സന്ദീപ് ഓർമ്മിപ്പിച്ചു. അനിബാബു ഒന്നിളകിയിരുന്നു. ഞാൻ പറഞ്ഞത് കൃത്യമല്ലേ സാറേ? ഭീഷണി, വെല്ലുവിളി, പുച്ഛം. ഈ ഫോൺ റെക്കോർഡിംഗ് അയാൾക്കെതിരെ തെളിവല്ലേ? ഒന്നുമില്ല സാറേ, അയാൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു, നമുക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ. കോടതിയിൽ കൊണ്ടുവച്ച് അരിച്ചു നോക്കുമ്പോൾ അതിലൊന്നുമില്ല സാറേ. അത് ശരിയാണെന്ന് സന്ദീപിനും തോന്നി. സാറ് മുൻപ് പറഞ്ഞത് ശരിയാ. നിയമം അതിൻ്റെ വഴിക്ക് പോട്ടെ, ഞാൻ എൻ്റെ വഴിക്കും പോകാം. എന്താ ഉദ്ദേശിച്ചത്? ഒന്നുമില്ല സാറേ, എനിക്ക് മതി. ഞാൻ എണീറ്റ് കൈ കഴുകാം. സാറ് പൈസ കൊടുത്തേക്കുമല്ലോ. അനിബാബു കൈ കഴുകാൻ വാഷ്റൂമിന് നേർക്ക് നടന്നു പോകുന്നത് നോക്കി സന്ദീപ് സംശയഗ്രസ്തനായിരുന്നു. കോവിഡ് എന്ന മഹാവ്യാധി ഇന്ത്യൻ നഗരങ്ങളിലേക്കും വ്യാപിച്ചു തുടങ്ങിയിരുന്നു. പേവിഷക്കാറ്റിനെ എന്ന പോലെ ആളുകൾ ആ പകർച്ചവ്യാധിയെ ഭയന്നു. പരിശോധനകളും നിയന്ത്രണങ്ങളും കർശനമാക്കി. പൊതുജനങ്ങൾ പുറത്തിറങ്ങാൻ മടിച്ചു. രോഗികൾ ചികിത്സയ്ക്കായി ആശുപത്രികളിൽ പോകുന്നത് പോലും വേണ്ടെന്ന് വെച്ചു. ഹോസ്പിറ്റലുകളിൽ കർശന നിയന്ത്രണങ്ങളുണ്ടായി. കിളിമാനൂരിലെ അശ്വിനി മെൻ്റൽ ഹോസ്പിറ്റൽ പുതിയ രോഗികളെ സ്വീകരിക്കുന്നത് നിർത്തിവെച്ചിരുന്നു. ഒരുവിധം ഭേദപ്പെട്ട രോഗികളെ വേണ്ടത്ര മരുന്നുകൾ നൽകി പറഞ്ഞയക്കുക എന്നതായി ആശുപത്രി അധികൃതരുടെ നിലപാട്. മാളവികയുടെ ആരോഗ്യനില മോശമായിക്കൊണ്ടിരുന്നതിനാൽ അല്ലിമയ്ക്ക് ഹോസ്പിറ്റലിൽ തന്നെ കഴിയുകയല്ലാതെ ഗത്യന്തരമുണ്ടായില്ല. അമ്മയെ വിട്ടുപോകാൻ അവൾ ആഗ്രഹിച്ചുമില്ല. ഡോക്ടർ ശരിയാകും എന്ന് ആശ്വസിപ്പിച്ച ആരോഗ്യസ്ഥിതി അമ്മയ്ക്ക് ഒരിക്കലും വീണ്ടുകിട്ടാൻ പോകുന്നില്ലെന്ന് അല്ലിമയ്ക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. വെള്ളത്തിനടിയിലെ ഏതോ കടൽപ്പാറയിലിടിച്ച് അമരം തകർന്ന കപ്പൽ എന്ന പോലെ അമ്മയുടെ ജീവിതം സാവധാനം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഡോക്ടർ വിജയ് മോഹൻ റൗണ്ട്സിന് വന്നപ്പോൾ അല്ലിമ പ്രത്യാശയുടെ അവസാന കണികയും മനസ്സിൽ വെച്ച് ചോദിക്കുകയുണ്ടായി. ഇനിയൊരു തിരിച്ചുവരവുണ്ടോ അമ്മയ്ക്ക്? ഡോക്ടർക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? രക്ഷപ്പെടാനൊരു മാർഗം എവിടെയെങ്കിലും ഉണ്ടോ? ഡോക്ടർ സത്യം പറയണം, എനിക്കിനി വിഷമമൊന്നുമില്ല. ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു സാധ്യതയുമില്ല. ഡോക്ടർ വിജയ് മോഹൻ തുറന്നു സമ്മതിച്ചു. ഇവിടുന്ന് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നെങ്കിലോ? അതിനുള്ള ആരോഗ്യമൊന്നും പേഷ്യൻറ്റിന് ഇല്ലായിരുന്നു. ഉണ്ടെങ്കിൽ ഞങ്ങൾ അപ്പോൾ തന്നെ അഡ്വൈസ് ചെയ്തേനെ. അല്ലിമ പിന്നെ ഒന്നും ചോദിച്ചില്ല. മരണക്കയത്തിലേക്ക് മുങ്ങിത്താഴുന്ന അമ്മയെ നന്നായി പരിചരിക്കുകയല്ലാതെ തനിക്കൊന്നും ചെയ്യാനില്ലെന്ന് അവൾക്ക് മനസ്സിലായി. കുടലുകളെ മാന്തിക്കീറുന്ന വേദനയിൽ മാളവിക അല്ലിമയുടെ തോളത്ത് കിടന്ന് ശിശുവിനെ പോലെ കരഞ്ഞു കരഞ്ഞു തളർന്നു. മയക്കുമരുന്നിൻ്റെ ആലസ്യത്തിൽ അവളുടെ മടിയിൽ കിടന്നുറങ്ങി. വേദനയിൽ നിന്ന് ഒരൽപ്പം ആശ്വാസം കിട്ടുമ്പോൾ മാളവിക അല്ലിമയെ കെട്ടിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് കിടന്നു. ആ സമയമെല്ലാം അല്ലിമ ആരും കാണാതെ തൻ്റെ നിറമിഴികളൊപ്പി. അമ്മയ്ക്ക് ഉറങ്ങാൻ അവൾ താരാട്ടുപാട്ടുകൾ മൂളിപ്പാടി. ശബ്ദമില്ലാത്ത ചിരിയോടെ മാളവിക അതെല്ലാം അവളുടെ മടിയിൽ കിടന്ന് കേട്ടു. അനിബാബുവും രാജഗോപാലും സന്ദീപും ഇടയ്ക്കിടെ വരികയും അല്ലിമയെ കണ്ട് ആശ്വസിപ്പിച്ച് തിരിച്ചു പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. സമയം രാത്രി 10:30 കഴിഞ്ഞു. കാഞ്ഞിരപ്പള്ളി സിറ്റിസൺ ക്ലബിൻ്റെ മുൻഭാഗത്തെ ഗേറ്റിൽ വന്ന് അനിബാബു പലതവണ നോക്കി. അപ്പോഴെല്ലാം ക്ലബിൻ്റെ പാർക്കിംഗ് സ്ഥലത്ത് ഹേമചന്ദ്രൻ്റെ ഫോർച്യൂണർ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടു. അവിടെ ഗേറ്റിനപ്പുറം സെക്യൂരിറ്റി ഗാർഡ് കാവൽ നിൽക്കുന്നുണ്ട്. അനിബാബു ക്ലബ്ബ് കെട്ടിടത്തിൻ്റെ പിന്നാമ്പുറത്ത് ചെന്നു. അവിടെയും ഒരു ഗേറ്റും സെക്യൂരിറ്റിയും ഉണ്ട്. ക്ലബിൽ വരുന്ന വാഹനങ്ങൾ മിക്കവാറും ആ ഗേറ്റിൽ കൂടിയാണ് പുറത്തേക്ക് പോവുക. അനിബാബു ആ ഗേറ്റിലേക്ക് ചെന്നു. ക്ലബിൻ്റെ പിൻഭാഗത്തെ ഭിത്തിയിലും വലതുഭാഗത്തെ ഗാർഡനിലും സ്ഥാപിച്ചിട്ടുള്ള ഫാൻസി ബൾബുകളിൽ നിന്ന് മങ്ങിയ പ്രകാശമേ ഗേറ്റിലേക്ക് എത്തുന്നുള്ളൂ. അനിബാബു ഗേറ്റ് കടന്നു ചെന്നപ്പോൾ സെക്യൂരിറ്റി ചോദിച്ചു, ആരാ? എന്താ ഇതിലെ? ഹേമചന്ദ്രൻ സാർ വിളിച്ചിട്ട് വന്നതാ. സാർ ഇന്ന് അടിച്ച് ഫിറ്റായിട്ടിരിക്കുക. സാറിൻ്റെ കാർ ഓടിക്കാൻ വേണ്ടി വിളിപ്പിച്ചതാ. വീട്ടിലെത്തിക്കണ്ടേ? ഓ അത് ശരി. സാർ അകത്തിരുന്ന് ചീട്ട് കളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ക്ലബിനകത്തോട്ട് കയറണ്ട, കാറിൻ്റെ അടുത്ത് നിന്നാൽ മതി, സെക്യൂരിറ്റി ഓർമ്മിപ്പിച്ചു. അത്രയേ ഉള്ളൂ. നമ്മൾ വെറും ഡ്രൈവറല്ലേ, സാറിൻ്റെ സ്ഥിരം ഡ്രൈവർ അല്ലല്ലോ. അല്ലെന്ന്, ഞാനിവിടെ ടാക്സി സ്റ്റാൻഡിലെ ഡ്രൈവറാ.
പക്ഷെ സാറിനെ ഞാൻ മുമ്പും പലതവണ കൊണ്ടുപോയിട്ടുണ്ട്. സെക്യൂരിറ്റി ശരിയെന്ന് തലയാട്ടി. അനിബാബു പിന്നിലെ ടാറിളകിയ പാതയിൽ കൂടി മുൻഭാഗം ലക്ഷ്യമാക്കി നടന്നു. മുൻവശത്തെ ഗേറ്റിൻ്റെ സെക്യൂരിറ്റിയുടെ കണ്ണിൽപ്പെടാത്ത വിധം ഗാർഡനിലെ അശോകമരത്തിന് ചുവട്ടിൽ നിലയുറപ്പിച്ചു. ക്ലബിൽ നിന്ന് മടങ്ങുന്നവരുടെ കാറുകൾ പലതും കടന്നു പോകുന്നത് അനിബാബു കണ്ടു. ആരും സംശയിക്കാതിരിക്കാൻ വേണ്ടി ടാക്സി ഡ്രൈവറുടെ പാൻസും ഷർട്ടുമാണ് അനിബാബു അണിഞ്ഞിരുന്നത്. കയ്യിൽ കരുതിക്കൊണ്ടുവന്ന കയ്യുറകൾ എടുത്ത് അയാൾ 2 കൈയിലും ഇട്ടു. 11 മണിയോടെ ഹേമചന്ദ്രൻ പുറത്തേക്കിറങ്ങുന്നത് അനിബാബു കണ്ടു. ക്ലബിൻ്റെ നീളൻ വരാന്തയിലൂടെ നടന്ന് അയാൾ കാർ കിടക്കുന്ന ഭാഗത്തെത്തി. അനിബാബുവും അങ്ങോട്ട് തന്നെ നീങ്ങി. പാസേജിലൂടെ കടന്നുപോയ 2 പേർ ഹേമചന്ദ്രൻ്റെ നേർക്ക് കൈ ഉയർത്തിക്കാട്ടി ഗുഡ് നൈറ്റ് പറഞ്ഞു പോയി. ഹേമചന്ദ്രൻ സ്വിച്ച് കീയുടെ റിമോട്ട് കൺട്രോൾ ബട്ടൺ അമർത്തി കാറിൻ്റെ ലോക്ക് തുറന്നു. അനന്തരം ഡോർ തുറന്ന് സീറ്റിൽ കയറിയിരുന്നു. ഡോർ അടയ്ക്കുന്നതിന് മുന്നേ അനിബാബു ഡ്രൈവിംഗ് സീറ്റിൻ്റെ വശത്തെത്തി. ഡോർ അല്പം കൂടി തുറന്നു പിടിച്ച് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഹേമചന്ദ്രനോട് ചേർന്ന് നിന്നു. ആരാ നീ? എന്താ? ഹേമചന്ദ്രൻ പെട്ടെന്നുണ്ടായ ക്ഷോഭത്തിലും സംശയത്തിലും പെട്ട് അനിബാബുവിനെ തുറച്ചു നോക്കി. സാർ ഒറ്റയ്ക്കേ ഉള്ളോ? അനിബാബു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നീ ആരാണെന്നാ ചോദിച്ചത്? അങ്ങോട്ട് മാറി നിൽക്കടാ. ഹേമചന്ദ്രൻ അനിബാബുവിൻ്റെ കഴുത്തിൽ പിടിച്ച് തള്ളാൻ ശ്രമിച്ചു. അനിബാബു തല വെട്ടിച്ച് ഒഴിഞ്ഞു മാറി. ഞാൻ സാറിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. കാലന എന്നെ അയച്ചത്. പാൻസിൻ്റെ പോക്കറ്റിലെ കഠാരപ്പിടിയിൽ മുറുകിയ കൈ അനിബാബു മുകളിലേക്ക് ഞൊടിയിടയിൽ ഉയർത്തി. ഒരു മിന്നിത്തിളക്കം മാത്രമേ ഹേമചന്ദ്രനെ കാണാൻ കഴിഞ്ഞുള്ളൂ. കത്തിമുന തൊണ്ടയെല്ലിന് താഴെ തുളഞ്ഞ് ചോര വാർന്നു. ചന്ദ്രബാബുവിൻ്റെ കൊലക്കേസ് നടക്കുന്ന കോടതിയിൽ നിന്ന് സാർ പുല്ലുപോലെ ഊരിപ്പോരും. പക്ഷെങ്കിൽ ചന്ദ്രബാബുവിൻ്റെ അനുജൻ അനിബാബുവിൻ്റെ കോടതിയിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റത്തില്ല സാറേ. ആ കോടതി സാറിന് മരണശിക്ഷയാണ് വിധിച്ചിരിക്കുന്നേ. അനങ്ങിയാൽ കത്തിമുന തൊണ്ടക്കുഴിയിലേക്ക് അമർന്ന് താഴുമെന്നതിനാൽ തടയാനും തല്ലാനും വേണ്ടി ഉയർത്തിയ കൈകൾ രണ്ടും അങ്ങനെ തന്നെ പിടിച്ച് കീഴടങ്ങിയവനെ പോലെ ഹേമചന്ദ്രൻ ഇരുന്നു പോയി. അലറി വിളിക്കാനായി തുറന്ന വായ അനിബാബു കൈപ്പത്തിക്കൊണ്ട് അടച്ചു പിടിച്ച് കഴുത്തിലൂടെ കത്തികൊണ്ട് അമർത്തിയൊരു വര വരച്ചു. ഒരു ഞരക്കം മാത്രമേ ഹേമചന്ദ്രനിൽ നിന്ന് പുറത്തേക്ക് വന്നുള്ളൂ. ചോര നെഞ്ചിലേക്ക് കുതിച്ചൊഴുകി. തല നെഞ്ചിലേക്ക് തൂങ്ങി. അനിബാബു ആ വലിയ ശരീരത്തിൻ്റെ പിടച്ചിൽ 2 കൈകളിലുമായി അമർത്തിപ്പിടിച്ച് 2 മിനിറ്റോളം നിന്നു. പിന്നെ സീറ്റ് ചായ്ച്ചിട്ട് അതിലേക്ക് ഹേമചന്ദ്രനെ കിടത്തി. ഊർന്നു വീണ കിടന്ന സ്വിച്ച് കീ എടുത്ത് കാർ ലോക്ക് ചെയ്തു. സ്വിച്ച് കീ കാറിൻ്റെ അടിയിലേക്കിട്ട ശേഷം വന്ന പോലെ തന്നെ തിരിച്ചു നടന്നു. ഗാർഡനിൽ നേരത്തെ നോക്കി വച്ച ടാപ്പിനരികെ ചെന്ന് ചോരയിൽ മുങ്ങിയ 2 കൈകളും കഴുകി. ചോര പുരണ്ട ഷർട്ട് അഴിച്ച് ചുരുട്ടിക്കൂട്ടി മതിലിനരികിലേക്ക് എറിഞ്ഞു. ഉള്ളിൽ ധരിച്ചിരുന്ന കറുത്ത ടീഷർട്ടിലും അവിടെ ചോരപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് പെട്ടെന്നാരുടെയും കണ്ണിൽ പെടുമായിരുന്നില്ല. മതിലിന് ഉയരം കുറവെന്ന് തോന്നിയ ഭാഗത്തുകൂടി ചാടിക്കടന്ന് അനിബാബു റോഡിലെത്തി. ക്ലബിൽ നിന്ന് പിന്നെയും ആളുകൾ ഇറങ്ങി വന്ന് കാറിൽ കയറി യാത്രയായി. ഒടുവിൽ ഹേമചന്ദ്രൻ്റെ കാർ മാത്രം കിടക്കുന്നത് കണ്ട് സെക്യൂരിറ്റി അതിനടുത്തേക്ക് ചെന്നു. കാറിനുള്ളിൽ ചുടുചോരയുടെ നീരാവി പടർന്ന് ചില്ലുകളിൽ പറ്റിപ്പിടിച്ചതിനാൽ അകത്തെ കാഴ്ച വ്യക്തമായിരുന്നില്ല. ഡോർ ഹാൻഡിൽ പിടിച്ച് തുറക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിഫലമായി. സെക്യൂരിറ്റി തൻ്റെ ക്യാബിനിൽ ചെന്ന് ടോർച്ച് എടുത്തുകൊണ്ട് വന്ന് കാറിനുള്ളിലേക്ക് പ്രകാശിച്ചപ്പോൾ ചായ്ച്ചിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഹേമചന്ദ്രൻ ചാരിക്കിടക്കുന്നത് കണ്ടു. മദ്യലഹരിയിൽ ഉറങ്ങിപ്പോയതായിരിക്കും എന്ന് കരുതി പലതവണ ഡോറിലും വിൻഡോയിലും മുട്ടി വിളിച്ചെങ്കിലും പ്രതികരണമൊന്നും ഉണ്ടായില്ല. സെക്യൂരിറ്റി ഗാർഡ് സദാശിവൻ ക്ലബിൻ്റെ വാതായനങ്ങളെല്ലാം അടച്ചുപൂട്ടി. മെയിൻ ഹാളും ബാറും ഓഫീസും പൂട്ടിക്കൊണ്ട് ക്ലബ് സെക്രട്ടറി നേരത്തെ പോയി കഴിഞ്ഞിരുന്നു. ഇനി ഗേറ്റ് കൂടി അടച്ച് ക്യാബിനിൽ പോയി കസാലയിൽ ചാരിക്കിടന്ന് സുഖമായി ഉറങ്ങുക എന്നതാണ് സദാശിവൻ്റെ ജോലി. ക്ലബിന് പിറകിലെ ഗേറ്റിലുള്ള സെക്യൂരിറ്റി 11:30 മണിക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയി. സദാശിവന് ഗേറ്റ് അടച്ചു പൂട്ടി ക്യാബിനിൽ കയറേണ്ട സമയം കഴിഞ്ഞു. ഹേമചന്ദ്രൻ്റെ ഫോർച്യൂണർ കാർ ക്ലബിൻ്റെ മുറ്റത്ത് കിടക്കുന്നു. അതുകൂടി ഇറങ്ങിപ്പോകാതെ ഗേറ്റ് പൂട്ടാൻ വയ്യ. ഹേമചന്ദ്രൻ പോലീസ് ഉദ്യോഗസ്ഥനാണെന്നറിയാവുന്നതിനാൽ കൂടെ വിളിച്ച് ശല്യപ്പെടുത്താനും മടി. മദ്യലഹരി തലയ്ക്ക് പിടിച്ച് ഡ്രൈവിംഗ് സീറ്റിൽ കിടന്ന് ഉറങ്ങിപ്പോയെന്നാണ് സദാശിവൻ്റെ ധാരണ. അയാൾ 12 മണി കഴിയുന്നത് വരെ കാത്തു. എന്നിട്ടും ഹേമചന്ദ്രൻ ഉണരുന്ന ലക്ഷണമില്ല.
ഇയാൾക്കൊക്കെ തൊണ്ടക്കുഴി വരെ കള്ളു മോന്തിയിട്ട് ചത്ത പോലെ കിടന്നാ മതി, ബാക്കിയുള്ളവർക്ക് ഉറങ്ങണ്ടായോ? സദാശിവൻ പിറുപിറുത്തുകൊണ്ട് വീണ്ടും കാറിനരികെ ചെന്നു. കുറേ ശക്തിയായി ഡോറിലും ചില്ലിലും അടിച്ച് ഹേമചന്ദ്രനെ വിളിച്ചു. എത്ര ശബ്ദമുണ്ടാക്കിയിട്ടും അകത്ത് അനക്കമില്ലെന്ന് കണ്ടപ്പോൾ അയാൾക്ക് പരിഭ്രമമായി. വല്ല ഹാർട്ട് അറ്റാക്കും വന്ന് കിടക്കുവാണോ ആവോ? ടോർച്ചടിച്ച് നോക്കിയിട്ട് കാറിനുള്ളിൽ എന്താണെന്ന് കാണാനേ വയ്യ. ചില്ലുകളെല്ലാം നീരാവി കൊണ്ട് മൂടിയിരിക്കുന്നു. രണ്ടും കൽപ്പിച്ച് സദാശിവൻ മൊബൈൽ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം അറിയിച്ചു. ക്ലബ് സെക്രട്ടറിയെ വിളിച്ചുണർത്തിയപ്പോൾ ഒരു തെറിവിളിയാണ് ആദ്യം കേട്ടത്. കാര്യം പറഞ്ഞതോടെ അയാളുടെ ഉറക്കവും ക്ഷീണവും ലഹരിയും ആവിയായി. പോലീസ് എത്തി. ഹേമചന്ദ്രൻ്റെ കാറിൻ്റെ ഉൾഭാഗം കാണാൻ വയ്യാത്തതുകൊണ്ട് അവർക്കും സന്ദേഹമായി. ആളകത്ത് തന്നെ ഉണ്ടോ? ഉറപ്പാണോ? SI സദാശിവനോട് ചോദിച്ചു. ഉറപ്പാ സാറേ. സാറ് കാറിനടുത്തേക്ക് നടന്നു വരുന്നത് ഞാൻ കണ്ടതല്ലേ? തണുത്ത വെള്ളം കൊണ്ടുവരാൻ SI ആജ്ഞാപിച്ചു. പാതിരാത്രിക്ക് എവിടെ തണുത്ത വെള്ളമെന്ന് സദാശിവൻ അന്തം വിട്ടു. അപ്പോഴേക്കും ക്ലബ് സെക്രട്ടറി അലക്സ് തോമസ് എത്തി. അയാൾ ബാർ തുറന്ന് ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം എടുത്തു കൊടുത്തു. അത് മുൻഭാഗത്തെ ചില്ലിലൂടെ ധാരധാരയായി കുറേ ഒഴിച്ചപ്പോൾ ആ ഭാഗത്തെ നീരാവി മാറി. പോലീസുകാർ ടോർച്ച് പ്രകാശിപ്പിച്ച് അകത്തെ കാഴ്ച കണ്ടു. വസ്ത്രങ്ങളിലും മുഖത്തും കഴുത്തിലുമെല്ലാം ചോര പടർന്ന ഒരു ശരീരം. കാറിൻ്റെ ചില്ല് പൊട്ടിക്കാൻ SI നിർദ്ദേശിച്ചു. അത് എളുപ്പമായിരുന്നില്ല. ടൗണിൽ രാത്രി തുറന്നു വെച്ച് ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന വർക്ക്ഷോപ്പിൽ നിന്ന് മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് വന്ന് ജാക്കി ലിവറും ചുറ്റികയും കൊണ്ട് അടിച്ചു പൊട്ടിച്ചു. ഡോർ തുറന്ന ശേഷം പോലീസ് ഹേമചന്ദ്രനെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. ഒരനക്കവുമില്ല. പുഷ് ബാക്ക് സീറ്റിൽ കണ്ണുകൾ തുറന്ന് രക്തം കട്ട പിടിച്ച വായ് തുറന്ന് മലർന്നു കിടക്കുന്ന ശരീരം മാത്രമായിരുന്നു അത്. SI അയാളുടെ കൈ പിടിച്ചു നോക്കി. അത് തണുത്തു തുടങ്ങിയിരുന്നു. പിറ്റേന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്ത പ്രധാനമന്ത്രി ഇന്ത്യയൊട്ടാകെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു എന്നതായിരുന്നു. പത്രങ്ങളെല്ലാം അടിച്ചു തുടങ്ങിയിരുന്നതിനാൽ സ്റ്റോപ്പ് പ്രസ് ആയി പോലും ഹേമചന്ദ്രൻ്റെ കൊലപാതക വാർത്ത പത്രങ്ങളിൽ വന്നില്ല. TV ന്യൂസ് ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസായി വാർത്ത സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. കൊറോണയും ലോക്ക്ഡൗണും പൊതുജീവിതത്തെ ബാധിക്കുന്ന ഗുരുതര പ്രശ്നങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിൽ ഹേമചന്ദ്രൻ്റെ കൊലപാതകത്തിന് വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചുമില്ല. ആരാണ് കൊലപാതകം നടത്തിയത്, എന്തിന് കൊല ചെയ്തു എന്നൊന്നും പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് യാതൊരു സൂചനയും ലഭിച്ചില്ല. രാജ്യത്ത് പടർന്നു പിടിച്ച കോവിഡും ലോക്ക്ഡൗണും ഊർജിതമായൊരു അന്വേഷണത്തിന് വിഘാതമാവുകയും ചെയ്തു. ലോകത്തെമ്പാടും ദിവസേന ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുമ്പോൾ മനുഷ്യരെല്ലാം കൊറോണ വിതയ്ക്കുന്ന മരണഭീതിയിൽ വിറങ്ങലിച്ച് വീടുകളിൽ ഒതുങ്ങിക്കഴിയുമ്പോൾ ഒരു കൊലപാതക കേസിന് എന്ത് പ്രസക്തി? സന്ദീപ് വീണ്ടും അലിമയെ കാണാൻ കിളിമാനൂരിലെത്തി. പത്രപ്രവർത്തകർക്ക് ലോക്ക്ഡൗൺ കാലത്തും സഞ്ചാരാനുമതി ഉണ്ടായിരുന്നു. അലിമ വലിയ സങ്കടത്തിലായിരുന്നു. മാളവികയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരുന്നു. സന്ദീപിനോട് അവൾ കണ്ണീരോടെ പറഞ്ഞു, അമ്മ എന്നെ തിരിച്ചറിയാതെ തന്നെ പോകും സന്ദീപേട്ടാ. എനിക്കത് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റണില്ല. അല്ലി, അതോർത്ത് നീ വിഷമിക്കരുത്. തിരിച്ചറിയുന്നതാ ഏറ്റവും വലിയ സങ്കടം. നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന മകളെ തിരികെ കിട്ടിയെന്ന് അറിയുമ്പോഴത്തെ സന്തോഷം പെട്ടെന്ന് തീർന്നു പോകില്ലേ? മരണം തൊട്ടടുത്ത് വന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന സത്യം ബോധ്യപ്പെടുമ്പോൾ. എന്നാലും എന്നെ തവണയെങ്കിലും എൻ്റെ പൊന്നുമോളെ എന്നൊന്ന് വിളിച്ചിട്ട്, അമ്മ സ്വന്തം കുഞ്ഞിനെ നോക്കുന്ന പോലെ എന്നെ ഒന്ന് നോക്കിയിട്ട്. തിരിച്ചറിവാണ് ഏറ്റവും വലിയ സങ്കടമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഈ അമ്മ നിന്നെ തിരിച്ചറിഞ്ഞ് സ്നേഹവും വാത്സല്യവും കൊണ്ട് മൂടിയിട്ട് പെട്ടെന്ന് കടന്നു പോകുമ്പോൾ അതല്ലേ സഹിക്കാൻ പറ്റാത്ത വേദന? അതും ശരിയാണെന്ന് അല്ലിമ ഓർത്തു. അമ്മയെ കിട്ടിയ ശേഷം തനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം താൻ ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്മയ്ക്കിപ്പോൾ മകളെ അറിയില്ലായിരിക്കും. അതുപോലെ തന്നെ മരണം എന്താണെന്നും അറിയില്ല. ജീവിതം അവസാനിക്കാൻ പോവുകയാണെന്ന പ്രാണസങ്കടവും അറിയുന്നില്ല. ആ വേദനയൊന്നും അറിയാതെ കടന്നു പോകട്ടെ. അല്ലിമ അത് പാതി അംഗീകരിച്ച പോലെ മൗനമായിരുന്നു. ഹേമചന്ദ്രൻ്റെ കൊലക്കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഹരിപ്പാട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് ചോദ്യം ചെയ്തു. ഞാനിന്ന് രാത്രി പത്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. സന്ദീപേട്ടനെ പോലീസിന് സംശയമുണ്ടോ? ഞാൻ മർഡർ ചെയ്തോന്നല്ല, എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മനസ്സറിവുണ്ടോയെന്ന് അറിയാൻ. സന്ദീപേട്ടൻ എന്തു പറഞ്ഞു? അല്ലിമ ചോദിച്ചു. എനിക്കറിയില്ലല്ലോ, അതല്ലേ സത്യം. സന്ദീപേട്ടൻ അറിയാമെന്ന എൻ്റെ വിചാരം. എനിക്കൊരു ഊഹം മാത്രമേ ഉള്ളൂ. ആ ഊഹം പോലീസിനുമുണ്ട്. കൊച്ചച്ഛനെയാണല്ലേ?
അല്ലിമ സംശയത്തിൽ സന്ദീപിനെ നോക്കി. ആയിരിക്കാനാണ് സാധ്യത. പോലീസ് എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. എറണാകുളത്ത് നിങ്ങളുടെ വീട്ടിൽ പോലീസ് ചെന്നിട്ടുണ്ടായിരുന്നു? പിന്നെ പെരിയാർ വാലിയിൽ പോയി അനിച്ചേട്ടൻ്റെ അച്ഛനെയും അമ്മയെയും ചോദ്യം ചെയ്തു. എന്നിട്ട് പോലീസിന് എന്തെങ്കിലും കിട്ടിയോ? അനിച്ചേട്ടൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. കൊന്നിട്ട് പോയതാണോ അതോ അതിനു മുമ്പേ പോയതാണോ എന്നൊന്നും ഒരു പിടിപാടുമില്ല. കുറ്റം ചെയ്തതാണെങ്കിൽ പോലീസ് എന്തെങ്കിലും പിടിക്കും അല്ലേ? അതിനാണ് സാധ്യത. പിന്നെ കാലത്തിൻ്റെ ഒരു നീതിയുണ്ടല്ലോ. 23 വർഷം മണ്ണിനടിയിൽ മറഞ്ഞു കിടന്ന കേസ് താനേ പൊങ്ങി വന്നില്ലേ? കൊല ചെയ്തവരും പ്രേരിപ്പിച്ചവരും പോയില്ലേ? ബാലകൃഷ്ണ മേനോൻ, ജഗന്നാഥക്കുറുപ്പ്, ഹരീന്ദ്രൻ. ഹേമചന്ദ്രൻ തലയുരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അയാൾക്കും കിട്ടിയില്ലേ മരണശിക്ഷ? അല്ലിമ അത് തന്നെ ആലോചിച്ചുകൊണ്ട് തലയാട്ടി. എത്ര പ്രതാപത്തിൽ കഴിഞ്ഞ 2 കുടുംബങ്ങളാ മാങ്ങോട്ടുശ്ശേരിയും കല്ലാറ്റുപടിക്കലും. അത് ഇനി അന്യം നിന്ന് പോവുകയുള്ളൂ. ആ വീടുകളിലൊക്കെ ആരുമില്ലേ? ഹരീന്ദ്രൻ്റെ ഭാര്യ ഉണ്ണിയേയും കൂട്ടി ചിറക്കടവിലുള്ള അവരുടെ വീട്ടിലേക്ക് പോയി. അവശേഷിച്ചത് മല്ലിക ചിട്ടിയാ. അവർക്ക് മകൻ്റെ ഭാര്യ വീട്ടിൽ പോയി താമസിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിലും സ്വന്തം വീട് വിട്ട് എങ്ങോട്ടുമില്ലെന്ന നിർബന്ധ ബുദ്ധിയും. ഒടുവിൽ അഞ്ജന വന്ന് മല്ലിക ചിട്ടിയെ കല്ലാറ്റുപടിക്കിലേക്ക് കൊണ്ടുപോയി. അവിടിപ്പോൾ അവർ 2 പേരും ഒരു ജോലിക്കാരിയും മാത്രമേ താമസമുള്ളൂ. അല്ലിമ അത് കേട്ട് ദീർഘനിശ്വാസം ഉതിർത്തു. തിരിച്ചു പോകാൻ നേരം സന്ദീപ് അല്ലിമയെ ആശ്വസിപ്പിച്ചു. മനസ്സ് വിഷമിച്ച് അവനവൻ്റെ ആരോഗ്യം കുഴപ്പത്തിലാക്കരുത്. വലിയൊരു പകർച്ചവ്യാധി നമ്മുടെ നാട്ടിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ മറികടക്കണമെങ്കിൽ ശരീരത്തിനും മനസ്സിനും ഒരേപോലെ ആരോഗ്യം ഉണ്ടാവണം. ആഴ്ച അവസാനം വീണ്ടും വരാമെന്ന് ഉറപ്പ് നൽകിയാണ് സന്ദീപ് മടങ്ങിയത്. ഹോസ്പിറ്റലിൽ സ്റ്റാഫിൻ്റെ എണ്ണം പകുതിയായി കുറച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്ത രോഗികളെ മാത്രമേ ഹോസ്പിറ്റൽ സംരക്ഷിച്ചുള്ളൂ. മാളവികയുടെ ആരോഗ്യനില അനുനിമിഷം വഷളായിക്കൊണ്ടിരുന്നു. വേദനയുടെ നീരാളിപ്പിടുത്തം വയറ്റിൽ നിന്ന് ആരംഭിച്ച് ഉടലിലെമ്പാടും വ്യാപിച്ച് കൈകാലുകളുടെ വിരലറ്റം വരെ നീണ്ടു ചെന്ന് അവരെ വരിഞ്ഞു മുറുക്കി. ചിലന്തി വലയിൽ കുരുങ്ങിയ പ്രാണിയെപ്പോലെ അവർ അന്നേരങ്ങളിൽ കൈകാലുകളിട്ട് ചുരമാന്തി. ചിലപ്പോഴൊക്കെ മാളവികയ്ക്ക് മയക്കുമരുന്ന് കൊടുക്കാൻ അല്ലിമയ്ക്ക് നഴ്സുമാരോട് കെഞ്ചുകയും വഴക്കടിക്കുകയും ചെയ്യേണ്ടി വന്നു. ഡോക്ടർ കുറിച്ച് തന്നതേ കൊടുക്കാൻ ഞങ്ങൾക്ക് അനുവാദമുള്ളൂ എന്ന് നഴ്സുമാർ തങ്ങളുടെ നിസ്സഹായത വെളിപ്പെടുത്തി. ഡോക്ടറോട് പരാതിപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു, കൂടെ സെഡേറ്റീവ്സ് കൊടുത്താൽ ബ്രീത്തിങ് സ്ലോ ആകും. ഇപ്പോൾ തന്നെ ഓക്സിജൻ ലെവൽ തീരെ കുറവാ. ഓക്സിജൻ വേണ്ടത്ര ബ്ലഡിലേക്ക് ചെന്നില്ലെങ്കിൽ പൾസ് കുറയും, ഹാർട്ട് വീക്കാകും. ഫലം എന്താണെന്നറിയാലോ? കാർഡിയക് അറസ്റ്റ്. അന്ന് വൈകുന്നേരവും അല്ലിമ മാളവികയെ സ്പഞ്ച് ബാത്ത് ചെയ്ത് വൃത്തിയുള്ള ഗൗൺ സുഗന്ധം പൂശി ഇടിവിച്ച് കിടത്തി. കുടിക്കാൻ അല്പം ജ്യൂസും കഞ്ഞിവെള്ളവും മാത്രം കൊടുത്തു. 2 സ്പൂൺ ഇറക്കിയ ശേഷം മാളവിക അത് നിരസിച്ചു. കുറച്ചു സമയം അല്ലിമയുടെ മടിയിൽ കണ്ണടച്ച് കിടന്നു. ഇടയ്ക്ക് എഴുന്നേൽക്കണമെന്ന് വിരലുകൾ കൊണ്ട് ആംഗ്യം കാട്ടി. അല്ലിമ എഴുന്നേൽപ്പിച്ച് മടിയിലിരുത്തി കുഞ്ഞിനെ എന്ന പോലെ തോളത്ത് ചായ്ച്ചു കിടത്തി. ശരീരം ചുരുങ്ങി എല്ലും തോലുമായി കഴിഞ്ഞിരുന്നതിനാൽ മെലിഞ്ഞ ഒരു കുട്ടിയുടെ അത്രയുമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ വേദനയുടെ ലക്ഷണം പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോൾ അല്ലിമ മൂളിപ്പാട്ടുകൾ പാടി. തനിക്കറിയാവുന്ന താരാട്ടുപാട്ടുകൾ പാടി കേൾപ്പിച്ചു. അതാണ് അമ്മയ്ക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടം എന്ന് അവൾക്കറിയാം. ചിലപ്പോൾ ഒരേ പാട്ട് തന്നെ വീണ്ടും വീണ്ടും പാടേണ്ടി വരാറുണ്ട്. പാട്ട് നിർത്തിയപ്പോൾ മാളവിക തോളത്ത് നിന്ന് മുഖം മെല്ലെ മാറ്റി അല്ലിമയെ നോക്കി. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവർ പുഞ്ചിരിച്ചുകൊണ്ടേയിരുന്നു. അല്ലിമയുടെ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അവൾ വീണ്ടും അവരെ തോളത്തേക്ക് തന്നെ കിടത്തി. വീണ്ടും താരാട്ടുപാട്ടുകൾ മൂളിപ്പാട്ടായി പാടി. എപ്പോഴോ അമ്മയുടെ ശരീരം അയഞ്ഞു പോയതായി അല്ലിമയ്ക്ക് തോന്നി. അല്ലിമ മാളവികയെ മെല്ലെ ബെഡിലേക്ക് കിടത്തി. അമ്മ ശ്വാസമെടുക്കുന്നില്ലെന്ന് കണ്ട് അവൾ നടുങ്ങി. കണ്ണുകൾ പാതി അടഞ്ഞിരിക്കുന്നു. അല്ലിമ ഡോക്ടറുടെ ഡ്യൂട്ടി റൂമിന് നേർക്ക് ഓടി. ഡോക്ടറും നേഴ്സും ഉടൻ പാഞ്ഞെത്തി. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ മരണം സ്ഥിരീകരിച്ചു. അപ്പോഴും അല്ലിമയ്ക്ക് ഒരു ഉൾക്കിടിലമുണ്ടായി. ഡോക്ടറും നേഴ്സും തിരികെ പോയി. അല്ലിമ അമ്മയുടെ കവിളത്തും നെറ്റിയിലും കൈപ്പടം വെച്ച് നോക്കി. ചെറു ചൂടുണ്ട്. അവൾ വീണ്ടും അമ്മയെ മടിയിൽ കിടത്തി ശിരസിലൂടെ തലോടിക്കൊണ്ടിരുന്നു. കൂടെ തൻ്റെ കണ്ണും കവിളും തുടയ്ക്കാൻ വേണ്ടി മാത്രം അവൾ കൈ ഉയർത്തി.
ശവസംസ്കാരത്തിന് വിരലിൽ എണ്ണാവുന്നത്ര ആളുകളെ ഉണ്ടായുള്ളൂ. കോവിഡ് വിലക്കുകൾ കാരണം അത്രയേ അനുവദിക്കപ്പെട്ടിരുന്നുള്ളൂ. മാളവികയുടെ മരണം കോവിഡ് ബാധിച്ചിട്ടല്ല എന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു മൃതദേഹം കയറ്റിയ ആംബുലൻസിന് പെരിയാർ വാലി വരെ യാത്ര ചെയ്യാൻ. കോടതിയുടെ തെളിവെടുപ്പിനും ഫോറൻസിക് പരിശോധനകൾക്കും ശേഷം വിട്ടുകിട്ടിയ ചന്ദ്രബാബുവിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ പെരിയാർ വാലിയിലെ പുരയിടത്തിലാണ് സംസ്കരിച്ചത്. അത് ചന്ദ്രബാബുവിൻ്റെ മാതാപിതാക്കളുടെ അഭീഷ്ടമായിരുന്നു. അവിടെ തൻ്റെ അച്ഛനു വേണ്ടി അന്ത്യകർമ്മങ്ങൾ നടത്തിയ അതേ സ്ഥലത്ത് തന്നെ അമ്മയ്ക്കും അന്ത്യവിശ്രമം ഒരുക്കണമെന്നത് അല്ലിമയുടെ ആഗ്രഹമായിരുന്നു. അതേ മണ്ണിൽ തന്നെ ശേഖരൻകുട്ടി തൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ചിതയൊരുക്കി. ശവസംസ്കാര ചടങ്ങിൽ സംബന്ധിക്കാൻ എറണാകുളത്ത് നിന്ന് രാജഗോപാലും ശ്രീലക്ഷ്മിയും കിഷോറും എത്തിയിരുന്നു. ഹരിപ്പാട്ട് നിന്ന് ജയദേവൻ നമ്പ്യാരും സന്ദീപും, പിന്നെ ശേഖരൻകുട്ടിയും രമണിയും അല്ലിമയും, മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിരീക്ഷണത്തിന് അയക്കപ്പെട്ട 2 പോലീസുകാരും. രാജഗോപാലിൻ്റെ വീട്ടുമുറ്റത്ത് കാർ നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് രാജഗോപാൽ ഇറങ്ങി. കൈകൾ കോർത്തുയർത്തിയും ഞെളിഞ്ഞു നിന്നും മൂരി നിവർന്നു. കിഷോർ കാറിൽ നിന്നിറങ്ങി യാത്ര പറഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് പോയി. ബാക്ക് സീറ്റിലിരുന്ന അല്ലിമയും ശ്രീലക്ഷ്മിയും ഇറങ്ങുന്നതേയുള്ളൂ. സന്ദീപും ജയദേവൻ നമ്പ്യാരും യാത്രാമധ്യേ പിരിഞ്ഞ് കോട്ടയം റൂട്ടിലൂടെ ഹരിപ്പാട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. മാസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് അല്ലിമ. അവളെ കാണാൻ വിന്താരയും വിശാഖും സിറ്റൗട്ടിൽ ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു. ചേച്ചി കോലം കെട്ടുപോയല്ലോ. അല്ലിമ സിറ്റൗട്ടിലേക്ക് കയറി ചെന്നപ്പോൾ വിന്താര പറഞ്ഞു. അല്ലിമ അവളുടെ നേർക്ക് മന്ദഹസിച്ചു. വർത്തമാനമൊക്കെ പിന്നെ പറയാം, ആദ്യം ഇവളൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. ഹോസ്പിറ്റലിൽ തന്നെ കിടക്കാൻ തുടങ്ങിയിട്ട് മാസം എത്രയായി? ശ്രീലക്ഷ്മി പറഞ്ഞു. അവർ അല്ലിമയെ അവളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിന്റെ റൂം അങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്, ആരും കയ്യേറിയിട്ടില്ല. കുളിച്ചിട്ട് വാ. ശ്രീലക്ഷ്മി പിന്തിരിയാൻ ഭാവിച്ചപ്പോൾ അല്ലിമ അവരുടെ കൈത്തണ്ടയിൽ പിടിച്ചു. ശ്രീലക്ഷ്മി ആ കൈയിലേക്കും അവളുടെ മുഖത്തേക്ക് നോക്കി. അമ്മയ്ക്ക് എന്നോട് പിണക്കമുണ്ടോ? പിണക്കോ? എന്തിന്? ഞാൻ വേറൊരമ്മയെ കിട്ടിയപ്പോൾ ഇവിടെ എല്ലാവരെയും ഉപേക്ഷിച്ചു പോയെന്ന്. നീ ആരെ ഉപേക്ഷിച്ചു പോയി? ആരെയും ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാലോ. എന്നെ പ്രസവിച്ച അമ്മയല്ലേ അനാഥയെപ്പോലെ ഭ്രാന്തിയായിട്ട് ആ അവസ്ഥ കണ്ടിട്ട് സഹിക്കാഞ്ഞിട്ട് പോയതാ. ഞങ്ങൾക്കറിയാമടി മോളെ, നീ അങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു. ഒന്നും കിട്ടാൻ വേണ്ടിയല്ലല്ലോ, നിന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയല്ലേ. നന്നായി, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ശ്രീലക്ഷ്മി അവളുടെ കവിളത്ത് തലോടി. മറിച്ച് നല്ല നിലയിൽ ജീവിക്കുന്ന വലിയ പണക്കാരിയായ അമ്മയുടെ അടുത്തേക്കാണ് നീ പോയതെങ്കിൽ ഞങ്ങൾക്ക് വിഷമം തോന്നുമായിരുന്നു. എനിക്ക് അത്രയും വിഷമം തോന്നിയിട്ടാ ഇപ്പോഴും മനസ്സിൽ നിന്ന് പോണില്ല. സാരമില്ല, പതിയെ മാറിക്കോളും. നീ ഫ്രഷായിട്ട് വാ, വല്ലതും കഴിക്കണ്ടേ? വിശക്കുന്നില്ലേ? അവളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ശ്രീലക്ഷ്മി മുറി വിട്ടിറങ്ങിപ്പോയി. അനിബാബു തമിഴ്നാട്ടിലെ ബോഡി നായ്ക്കന്നൂരിൽ ഒളിച്ചു താമസിക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് കേരളത്തിൽ നിന്ന് ഒരു സംഘം പോലീസുകാർ വേണ്ടത്ര സന്നാഹങ്ങളോടെ ബോഡി നായ്ക്കന്നൂരിലേക്ക് തിരിച്ചു. എന്നാൽ കേരള പോലീസ് എത്തുന്നതിന് മുമ്പേ സംഗതി മണത്തറിഞ്ഞ അനിബാബു ഒളിവിടത്തിൽ നിന്ന് തലേ രാത്രി തന്നെ കടന്നു കളഞ്ഞു. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിലുള്ള വനപ്രദേശങ്ങളിൽ അനിബാബുവിന് പണ്ടേയുള്ള പരിചയം കണക്കിലെടുത്ത് പോലീസ് കുമളി മുതൽ കമ്പംമെട്ട്, ബോഡിമെട്ട്, കമ്പക്കല്ല്, മതികെട്ടാൻ മല തുടങ്ങിയ വനപ്രദേശങ്ങളിൽ വ്യാപകമായി തിരച്ചിൽ നടത്തി. അനിബാബുവിൻ്റെ ഒളിസങ്കേതം കണ്ടെത്താനുള്ള പോലീസിൻ്റെ ശ്രമം വിഫലമായി. ദേശീയവും പ്രാദേശികവുമായ പലതരം നിയന്ത്രണ ഉപാധികളോടെ ലോക്ക്ഡൗൺ പിൻവലിക്കപ്പെട്ടു. സ്കൂളുകളും ഓഫീസുകളും അടഞ്ഞു തന്നെ കിടന്നു. സ്വകാര്യ കമ്പനികൾ ഓഫീസ് ജോലിക്ക് പകരം വർക്ക് ഫ്രം ഹോം എന്ന നയം സ്വീകരിച്ചു. ആശുപത്രികൾ പലതും കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളായി മാറി. IELTS പരീക്ഷ പാസ്സായെങ്കിലും കോവിഡ് എന്ന മഹാമാരി ലോകത്തെ ആകമാനം സ്തംഭിപ്പിച്ചിരുന്നതിനാൽ സോഫിയയുടെ വിസ നടപടികളും നിശ്ചലാവസ്ഥയിലായി. ഹോസ്പിറ്റലിൽ നിന്ന് പിരിഞ്ഞു പോന്നതിനാൽ അവൾക്ക് കൂത്താട്ടുകുളത്തെ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നു. കിഷോറും സോഫിയയും ചേർന്ന് ആലങ്ങാട് സബ് രജിസ്ട്രാർ ഓഫീസിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. രജിസ്ട്രാർ ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ അക്കാര്യം പരസ്യപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു. വീട്ടിലുള്ളവർ ഏതെങ്കിലും വിധത്തിൽ ഇതേപ്പറ്റി അറിയുമോ എന്ന ആശങ്കയിലായിരുന്നു കിഷോർ. എന്നാൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കപ്പെട്ടത് അക്കാര്യത്തിൽ കിഷോറിനൊരു അനുഗ്രഹമായി മാറി. ആരും ശ്രദ്ധിക്കാതെ ആ നോട്ടീസും ലോക്ക്ഡൗണും കടന്നുപോയി.
പോണ്ടിച്ചേരിയിലെ ക്ലൂണി ഹോസ്പിറ്റലിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ വാങ്ങാൻ സോഫിയയ്ക്കും കുര്യച്ചനുമൊപ്പം കിഷോറും സന്ദീപും കൂടിയാണ് പോയത്. ഹോസ്പിറ്റൽ അതോറിറ്റിയെ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചു. അപ്രതീക്ഷിതമായി ഹോസ്പിറ്റൽ ജോലി ഉപേക്ഷിച്ച് പോകേണ്ടി വന്നതിൻ്റെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു. പിന്നീടുണ്ടായ സംഭവങ്ങളുടെ പത്രവാർത്തകളും മറ്റും ഹോസ്പിറ്റൽ അധികൃതരെ കാണിച്ചു. സോഫിയ ജോലി ചെയ്ത 1.5 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാം വാങ്ങി കേരളത്തിലേക്ക് മടങ്ങി. ആലങ്ങാട് സബ് രജിസ്ട്രാർ ഓഫീസിൽ കിഷോറും സോഫിയയും നൽകിയിരുന്ന നോട്ടീസ് കാലാവധി പൂർത്തിയായി. ഇനി എപ്പോൾ വേണമെങ്കിലും വിവാഹം രജിസ്റ്റർ ചെയ്യാമെന്നായി. സന്ദീപുമായി കൂടിയാലോചിച്ച ശേഷം കിഷോർ സബ് രജിസ്ട്രാർ ഓഫീസുമായി ബന്ധപ്പെട്ട് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള തീയതി നിശ്ചയിച്ചു. അതനുസരിച്ച് നിർദ്ദിഷ്ട ദിവസം സോഫിയയെ ആലുവയിലേക്ക് വിളിച്ചു വരുത്തി. 2 പേർ സാക്ഷികളായി വേണം. അതിന് സന്ദീപിനെയും അല്ലിമയുമാണ് കിഷോർ കണ്ടുവച്ചിരുന്നത്. സന്ദീപിൻ്റെ കാറിൽ 4 പേരും സബ് രജിസ്ട്രാർ ഓഫീസിലെത്തി. രജിസ്ട്രാർ ഓഫീസിലെ വിവാഹ ഉടമ്പടിയിൽ കയ്യൊപ്പും വിരലൊപ്പും ചാർത്തിയതോടെ ആ മംഗളകർമ്മം കഴിഞ്ഞു. സാക്ഷികളായി സന്ദീപും അല്ലിമയും ഒപ്പുവെച്ചു. അല്ലിമ കരുതിക്കൊണ്ടുവന്ന അവൾ തന്നെ കൊരുത്ത 2 തുളസിമാലകൾ സോഫിയയും കിഷോറും സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ വരാന്തയിൽ വെച്ച് തന്നെ പരസ്പരം ചാർത്തി ചടങ്ങ് പൂർത്തിയാക്കി. ഹോട്ടലുകളെല്ലാം അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഒരു ചായ സൽക്കാരത്തിന് പോലും നിവർത്തിയില്ലല്ലോ. കിഷോർ ചെറുചിരിയോടെ പറഞ്ഞു. രക്ഷപ്പെട്ടെന്ന് കരുതണ്ട, ഇതൊക്കെ പെൻഡിങ്ങിൽ വെക്കുക. ഈ സമയവും കടന്നു പോകുമല്ലോ, സന്ദീപ് പറഞ്ഞു. ഇനി എന്താ പ്രോഗ്രാം? എന്നാണ് ഹണിമൂൺ? അല്ലിമ കളിയായി ചോദിച്ചു. അയ്യോ, എന്നെ എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലോട്ട് എത്തിച്ചേച്ചാൽ മതിയേ. അങ്ങനെ പോയാൽ എങ്ങനെയാ? സന്ദീപ് കുസൃതിയോടെ ചോദിച്ചു. പോയില്ലെങ്കിൽ എങ്ങനെയാ? സോഫിയ തിരിച്ചു ചോദിച്ചു. എങ്ങനെയാ കിച്ചു? ഇതെന്താ കല്യാണത്തിൻ്റെ റിഹേഴ്സലോ? ഫസ്റ്റ് നൈറ്റും ഹണിമൂണും ഒന്നുമില്ലാതെ? ഞാൻ വീട്ടിൽ ചെന്നിട്ട് രാത്രി 1 സ്പൂൺ തേനെടുത്ത് കുടിക്കും. എന്നിട്ട് ടെറസിൽ പോയിരുന്ന് ആകാശത്തെ ചന്ദ്രനെ നോക്കും. അതാണ് ഞങ്ങളുടെ ഹണിമൂൺ. കിഷോർ പറഞ്ഞത് കേട്ട് സോഫിയ പൊട്ടിച്ചിരിച്ചു. മറ്റുള്ളവരും അതിൽ പങ്കുചേർന്നു. ഹേമചന്ദ്രൻ്റെ കൊലപാതകം നടന്ന് 4 മാസങ്ങൾക്ക് ശേഷം ജൂലൈ മാസം ഒടുവിൽ തമിഴ്നാട് തിരുനെൽവേലിയിലെ അമ്രപർത്തി നദിക്കരയിലുള്ള വാഗേക്കുളം എന്ന സ്ഥലത്ത് നിന്ന് അനിബാബുവിനെ പോലീസ് പിടികൂടി. അയാളെ കേരളത്തിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയനാക്കി. ഒട്ടേറെ കേസുകൾ നടത്തി പരിചയമുള്ള അനിബാബു പോലീസ് പിടികൂടിയപ്പോൾ കുറ്റസമ്മതം നടത്തിയിരുന്നു. ഹേമചന്ദ്രനെ കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നും ആ സമയം കയ്യുറകൾ ധരിച്ചിട്ടുണ്ടായിരുന്നെന്നും ആ കയ്യുറകളും ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ബോഡി നൈക്കന്നൂരിൽ വെച്ച് കത്തിച്ചു കളഞ്ഞിരുന്നുവെന്നും അനിബാബു പോലീസിന് മൊഴി നൽകി. കൊല നടത്താൻ ഉപയോഗിച്ച കത്തി കൊലപാതകത്തിന് ശേഷം ഈരാറ്റുപേട്ട വാഗമൺ ഉപ്പുതറ വഴി കമ്പംമേട്ടിലേക്ക് വരുന്നതിനിടയിൽ ഉപ്പുതറ പാലത്തിൽ നിന്ന് പെരിയാറിലേക്ക് വലിച്ചെറിഞ്ഞു. രാത്രിയായിരുന്നതിനാൽ കത്തി വീണത് കൃത്യമായി കണ്ടില്ല. പോലീസ് അനിബാബുവിനെ ഉപ്പുതറ ഭാഗത്ത് പെരിയാറിന് കുറുകെയുള്ള പാലത്തിൽ കൊണ്ടുപോയി കത്തി എറിഞ്ഞ ദിശ കാട്ടിത്തരാൻ ആവശ്യപ്പെട്ടു. എൻ്റെ സാറുമാരെ, അതൊന്നും ഇനി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പെരിയാറാ, നിറയെ പാറക്കെട്ടുകളും അള്ളുകളുമാ. കഴിഞ്ഞ മാസം മുതൽ ഭയങ്കര മഴയും വെള്ളവും. ഇപ്പം തന്നെ ആറ് നിറഞ്ഞൊഴുകുക. എവിടെ ചെന്ന് തപ്പാനാ? കടാര കണ്ടുപിടിക്കുക അസാധ്യമാണെന്ന് പോലീസിനും ബോധ്യപ്പെട്ടു. മഴക്കാലമാണ്. പെരിയാർ കലങ്ങി മറിഞ്ഞ് കുതിച്ചു പായിക്കുകയാണ്. ചപ്പാത്ത് മുതൽ തോണിക്കടവ് വരെ വെള്ളത്തിനടിയിൽ പാറകളും പാറകൾക്കുള്ളിൽ ചെറു തുരങ്കങ്ങളുമുണ്ട്. ഹേമചന്ദ്രൻ്റെ ഘാതകൻ അനിബാബു ആണെന്ന് തെളിയിക്കാൻ സാഹചര്യ തെളിവുകളും അനിബാബുവിൻ്റെ കുറ്റസമ്മതവുമല്ലാതെ തൊണ്ടി സാധനങ്ങളൊന്നും പോലീസിന് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് മാസം ആദ്യവാരത്തിൽ തന്നെ സോഫിയയ്ക്ക് കനേഡിയൻ വിസ എത്തിച്ചേർന്നിരുന്നു. രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതേയുള്ളൂ. വിമാനത്താവളങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. എന്നിരുന്നാലും ചരക്ക് വിമാനങ്ങൾ, ആദരസേവകരെയും മരുന്നുകളെയും കൊണ്ടുപോകുന്ന വിമാനങ്ങൾ എന്നിവ സർവീസ് നടത്തുന്നുണ്ട്. സോഫിയയ്ക്ക് കാനഡയിലേക്ക് പോകാനുള്ള പണം സംഘടിപ്പിക്കണമായിരുന്നു. അവളുടെ കൈവശം ചില്ലിക്കാശില്ല. പൈസ ഇറക്കേണ്ട ചുമതല കിഷോറിനാണ്. ഇതിനകം തന്നെ സോഫിയയുടെ പഠനത്തിനും താമസത്തിനും വിസ പരിശ്രമങ്ങൾക്കുമായി കിഷോറിൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് നല്ലൊരു തുക ചിലവായി കഴിഞ്ഞിരുന്നു. ഒടുവിൽ അവൻ ധർമ്മസങ്കടത്തോടെ സോഫിയോട് പറഞ്ഞു, നിന്നെ പ്രേമിച്ച് ഞാനൊരു പാപ്പരായി തീർന്നു. ഇനി കടക്കാരനാകാൻ പോകുവാണ്. അവസാനം ഞാനൊരു തെണ്ടിയായി മാറും.
അയ്യോ കഷ്ടം. എന്നാൽ നമുക്ക് കാനഡയിൽ പോക്കി ക്യാൻസൽ ചെയ്താലോ? സോഫിയ ചോദിച്ചു. എന്നിട്ട് നമുക്ക് ഈ നാട്ടിൽ തന്നെ അങ്ങ് കൂടാം. എങ്ങനെ കൂടാമെന്ന്? ഒരു വാടക വീടെടുത്ത് എന്നെ അവിടെ താമസിപ്പിക്കണം. നമ്മുടെ കല്യാണം കഴിഞ്ഞതാണല്ലോ. അപ്പോൾ നിന്റെ വീടിൻ്റെ കടങ്ങൾ തീർക്കണ്ടേ? അനുജത്തിമാരെ പഠിപ്പിക്കണ്ടേ? നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി നിന്റെ മമ്മി നഷ്ടപ്പെടുത്തിയ ഗോൾഡെല്ലാം വാങ്ങിച്ചു കൊടുക്കണ്ടേ? എനിക്കിനി എങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല കിച്ചുവേട്ടാ. എടി നന്ദി കെട്ടവളെ, നീ എന്തൊക്കെയാ എന്നോട് പറഞ്ഞത്? 40 ലക്ഷം രൂപ വീട്ടിൽ കൊടുത്താലേ നിന്നെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് അല്ലേ? അതൊക്കെ ശരിയാ. പക്ഷെ നമ്മുടെ കല്യാണം കഴിഞ്ഞു പോയില്ലേ കിച്ചുവേട്ടാ? ഇനി എപ്പോഴാ നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്നേ? എന്നിട്ട് വേണം നിന്റെ വീട്ടിലുള്ളവരെല്ലാം കൂടി എന്നെ കൂട്ടമായിട്ട് ശപിക്കാൻ. അതൊന്നും വേണ്ട. എല്ലാം മുമ്പേ തീരുമാനിച്ച പോലെ തന്നെ മതി. 2 വർഷം കാനഡയിൽ ജോലി, വീട്ടുകാർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക. ഞാനാണ് അവർക്ക് വാക്ക് കൊടുത്തത്. പിന്നെ എൻ്റെ കടം വീട്ടുക. കിച്ചുവേട്ടൻ്റെ കടമോ? നിന്നെ കാനഡയ്ക്ക് കയറ്റി അയക്കുന്ന വകയിൽ എത്ര ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് എക്സ്പെൻസ് വരുന്നേ? അതൊക്കെ ഞാൻ വീട്ടണോ? ഹസ്ബൻഡ് വൈഫിന് വേണ്ടി മുടക്കുന്ന പൈസ കടമാണോ? അത് വൈഫ് ജോലി ചെയ്ത് വീട്ടണോ? ഇതിപ്പോൾ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി മാരേജ് രജിസ്റ്റർ ചെയ്തതാണോ കുരിശായത്? കാര്യങ്ങളൊന്നും നടന്നുമില്ല. ഉത്തരവാദിത്തം മുഴുവൻ ചുമക്കുകയും വേണം. എന്ത് കാര്യങ്ങളാ മോനെ നടക്കാത്തത്? സോഫിയ കുസൃതിയിൽ അവനെ നോക്കി. ഹണിമൂണൊക്കെ പെൻഡിങ്ങിലല്ലേ? ഓ അതാണ് കാര്യം. അതിനല്ലേ ഞാൻ പറഞ്ഞത് വാടക വീടെടുത്ത് താമസം തുടങ്ങാമെന്ന്. ആ അഭ്യാസമൊക്കെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. കാനഡയ്ക്ക് പോകാനുള്ള പൈസ ഞാൻ തെണ്ടിയിട്ടാണെങ്കിലും സംഘടിപ്പിച്ച് തന്നേക്കാം. സോഫിയ അത് കേട്ട് ചിരിച്ചു. ലോൺ എടുക്കുകയല്ലാതെ കിഷോറിന് മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു. സന്ദീപിനോട് കുറേ പണം കടം വാങ്ങി. ഒരു ആത്മസുഹൃത്തിൻ്റെ അടിയന്തര ചികിത്സയ്ക്ക് വേണ്ടി എന്ന കള്ളം പറഞ്ഞ് വൈഷ്ണവിയുടെ ബാങ്ക് ലോക്കറിലിരുന്ന സ്വർണം മുഴുവൻ എടുപ്പിച്ച് പണയം വെച്ചു. ഓഗസ്റ്റ് അവസാനത്തോടെ സോഫിയയ്ക്കുള്ള ഫ്ലൈറ്റും എയർ ടിക്കറ്റും റെഡിയായി. സോഫിയയെ യാത്ര അയക്കാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സന്ദീപിനോടൊപ്പം അലിമയും പോയി. കൂത്താട്ടുകുളത്ത് നിന്ന് സോഫിയയെ കൊണ്ടുവിടാനായി കുര്യച്ചനും എത്തിയിരുന്നു. സൂക്ഷിക്കണം മോളെ, കോവിഡാണ് ലോകമെമ്പാടും, കുര്യച്ചൻ മകളെ ഓർമ്മിപ്പിച്ചു. എനിക്ക് പേടിയൊന്നുമില്ല പപ്പ, ഞാൻ നല്ല ഹെൽത്തിയല്ലേ. പിന്നെ കോവിഡിനെ തുരത്താനുള്ള ചില പൊടിക്കൈ മെഡിസിൻസൊക്കെ കിച്ചുവേട്ടൻ തന്നിട്ടുണ്ട്. എയർപോർട്ടിൽ വെച്ച് പിരിയുന്നതിന് മുമ്പ് സോഫിയ അലിമയോട് ചോദിച്ചു, എന്നാണ് നിങ്ങളുടെ കല്യാണം? തീരുമാനിച്ചില്ല, സമയമുണ്ടല്ലോ. എന്തായാലും നിങ്ങളുടെ ഒറിജിനൽ മാരേജിന് മുമ്പേ ഞങ്ങളുടെ ഇത് നടത്തും. അല്ലിമ പുഞ്ചിരിയോടെ പറഞ്ഞു. ഒറിജിനലോ? സോഫിയ ഒളിക്കണ്ണിട്ട് കുര്യച്ചനെ നോക്കി. കുര്യച്ചൻ എയർപോർട്ടിലെ കാഴ്ചകൾ കണ്ട് ആശ്ചര്യത്തിൽ നിൽക്കുകയാണ്. കിച്ചുവേട്ടാ, ഇനി ഒറിജിനൽ കല്യാണം എന്നൊന്നുണ്ടോ? സോഫിയ സ്വരം താഴ്ത്തി ചോദിച്ചു. കാര്യം മനസ്സിലായില്ലേ? 2 വർഷം കഴിയുമ്പം നീ ഒരു ഫ്ലൈറ്റിൽ കയറി ഇങ്ങ് വരും. അപ്പോൾ നമ്മുടെ വീട്ടുകാർ പരസ്പരം ആലോചിച്ച് ആഘോഷമായിട്ട് കല്യാണം നടത്തും. അതാണ് ഒറിജിനൽ കല്യാണം, കിഷോർ പറഞ്ഞു. ഞാൻ 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നില്ലെങ്കിലോ? സോഫിയെ കുസൃതി പിടിച്ചു. ഞാനൊരു ഫ്ലൈറ്റിൽ കയറി അങ്ങോട്ട് വരും. അവിടെ വെച്ച് അറസ്റ്റ് ചെയ്ത് നാട്ടിലേക്ക് അടുത്ത ഫ്ലൈറ്റിൽ കയറ്റി അയക്കും, കിഷോർ പറഞ്ഞു. പിരിയേണ്ട സമയമായി. കരഞ്ഞും കണ്ണീര് തുടച്ച് ആശ്വസിപ്പിച്ചും ആലിംഗനം ചെയ്തും അവർ പരസ്പരം യാത്ര പറഞ്ഞു പിരിഞ്ഞു. 1.5 മണിക്കൂറിന് ശേഷം സോഫിയയെയും വഹിച്ചുകൊണ്ടുള്ള കനേഡിയൻ വിമാനം നെടുമ്പാശ്ശേരിയുടെ ആകാശത്ത് പറന്നു പൊങ്ങി ദൂരെ ചക്രവാളത്തിൽ മറഞ്ഞു. ഹരിപ്പാട്ട് നിന്നുള്ള 2 കാറും രാജഗോപാലിൻ്റെ വീട്ടുമുറ്റത്ത് എത്തി നിന്നു. ജയദേവൻ നമ്പ്യാരുടെ കാറിൽ നിന്ന് നമ്പ്യാരും രാജശ്രീയും ഇറങ്ങി. സന്ദീപിൻ്റെ കാറിലായിരുന്നു നന്ദന. അവരെ സ്വീകരിച്ച് അകത്തേക്ക് ആനയിക്കുന്നതിനിടയിൽ രാജഗോപാൽ ചോദിച്ചു, എന്താ 2 കാറിൽ വന്നത്? 4 പേർക്കും കൂടി ഒരു കാർ മതിയായിരുന്നല്ലോ. അങ്കിളേ, ഇവരങ്ങ് തിരിച്ചു പോകും. എനിക്ക് വേറെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്, സന്ദീപ് പറഞ്ഞു. പെരിയാർ വാലിയിൽ നിന്ന് ശേഖരൻകുട്ടിയും രമണിയും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. കോവിഡ് കാലമായിരുന്നതിനാൽ യാത്രാ പരിമിതികൾ പരിഗണിച്ച് രാജഗോപാലും അലിമയും കൂടി പെരിയാർ വാലിയിൽ പോയി അവരെ കാറിൽ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അവരെ കൂടാതെ സുധാകരൻ നായരും വൈഷ്ണവിയും കിഷോറും ഗോപികയും കൂടി അതിഥികളായി അവിടെയുണ്ട്. സന്ദീപും അലിമയും തമ്മിലുള്ള വിവാഹം എന്ന് നടത്തണം, എങ്ങനെ നടത്തണം തുടങ്ങിയ കാര്യങ്ങൾ കൂടിയാലോചിക്കാനും തീരുമാനമെടുക്കാനും വേണ്ടിയുള്ള ഒത്തുചേരലായിരുന്നു അത്. അലിമയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ഞാനൊരു ജോത്സ്യനെ കൊണ്ട് ജാതകം എഴുതിച്ചിട്ടുണ്ട്, ജയദേവൻ നമ്പ്യാർ പറഞ്ഞു. സന്തുവിൻ്റെ ജാതകവും അതും തമ്മിൽ ഒത്തു നോക്കിച്ചപ്പോൾ
പൊരുത്തക്കേടൊന്നും ഇല്ല എന്നാണ് ജ്യോത്സ്യൻ പറഞ്ഞത്. അത്രയുള്ളൂ കാര്യം. ഇതാദ്യം തന്നെ നടത്തിയിരുന്നെങ്കിലും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, അല്ലേ ചേച്ചി? സുധാകരൻ നായർ രാജശ്രീയോട് ചോദിച്ചു. ജാതകം ഒത്തു നോക്കാതെ നടത്താൻ പറ്റില്ല. അക്കാര്യത്തിൽ അന്നും ഇന്നും എനിക്ക് ഒരേ അഭിപ്രായം തന്നെയാ, ജയദേവൻ നമ്പ്യാർ പറഞ്ഞു. അന്ന് ഞങ്ങൾക്ക് ഈ നിർബന്ധ ബുദ്ധി കാരണം കുറേ മനോവിഷമം ഉണ്ടായെങ്കിലും ഇപ്പോൾ സന്ദീപിൻ്റെ അച്ഛനോട് താങ്ക്സ് പറയുകയാണ്, രാജഗോപാൽ പറഞ്ഞു. അങ്ങനെ നിർബന്ധം പിടിച്ചതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ വെളിച്ചത്ത് വന്നു. ആരെയെല്ലാം തിരിച്ചറിയാൻ സാധിച്ചു. ആരുടെയെല്ലാം ക്രൂരതകൾ ലോകം അറിഞ്ഞു. മഹാപാപം ചെയ്തവർക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടാനും ഇടയായി. പൊടുന്നനെ ഒരു മ്ലാനത എല്ലാ മുഖങ്ങളിലും ദൃശ്യമായി. കഴിഞ്ഞുപോയ സംഭവങ്ങളുടെ ഓർമ്മകളിലേക്ക് പിൻവലിഞ്ഞതായിരുന്നു ആ വിഷാദമൂകതയ്ക്കുള്ള കാരണം. ഒടുവിൽ രാജശ്രീ മൗനം ഭഞ്ജിച്ചു. കല്യാണം എന്ന് നടത്താൻ പറ്റും? കല്യാണം കഴിക്കേണ്ടവർ അവരുടെ അഭിപ്രായം പറയട്ടെ, സുധാകരൻ നായർ നിർദ്ദേശിച്ചു. കല്യാണം അടുത്ത വർഷം നടത്തിയാൽ മതിയെന്ന ഞങ്ങളുടെ അഭിപ്രായം, സന്ദീപ് അല്ലിമയോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. ഈ കോവിഡ് പ്രതിസന്ധി ഒന്ന് കഴിഞ്ഞോട്ടെ, അതാണ് നല്ലത്. വൈഷ്ണവി പിന്താങ്ങി. ഇപ്പോൾ നടത്തിയ ആഘോഷമാക്കാൻ പറ്റില്ല. പരമാവധി 50 പേർ. നമ്മുടെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കല്യാണം അങ്ങനെ നടത്തിയാൽ മതിയോ? എല്ലാവരും അറിയണ്ടേ? പന്തലും സദ്യയും നാദസ്വരമേളവും വേണ്ടേ? ഒടുവിൽ അങ്ങനെ തീരുമാനിക്കപ്പെട്ടു. കോവിഡ് മഹാമാരിക്ക് ഒരു ശമനമുണ്ടാകുന്ന മുറയ്ക്ക് വിവാഹം നടത്താം. അതുവരെ അല്ലിമയ്ക്ക് വേണമെങ്കിൽ സിവിൽ സർവീസിൻ്റെ പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം. ചർച്ചകൾക്കും തീരുമാനങ്ങൾക്ക് ശേഷം രാജശ്രീയും സന്ദീപും ജയദേവൻ നമ്പ്യാരും നന്ദനയും കൂടി സുധാകരൻ നായരുടെ വീട്ടിലേക്ക് പോയി. അവിടുത്തെ വിശിഷ്ട അതിഥികളായി അന്നേ ദിവസം താമസിച്ച ശേഷം പിറ്റേന്ന് നമ്പ്യാരും രാജശ്രീയും നന്ദനയും ഹരിപ്പാട്ടേക്ക് തിരിച്ചുപോയി. ശേഖരൻകുട്ടിയും രമണിയും രാജഗോപാലിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. അവരെ തിരിച്ച് പെരിയാർ വാലിയിൽ എത്തിക്കേണ്ട ചുമതല സന്ദീപും അലിമയും കൂടി ഏറ്റെടുത്തു. സന്ദീപിൻ്റെ കാറിൽ അവരെ പെരിയാർ വാലിയിലെ വീട്ടിലെത്തിച്ചു. തിരിച്ചു പോകും മുമ്പ് അല്ലിമ അച്ഛനെയും അമ്മയെയും സംസ്കരിച്ച സ്ഥലത്ത് ചെന്നു നിന്ന് മൂകമായി പ്രാർത്ഥിച്ചു. തിരികെ പോരാനിറങ്ങിയപ്പോൾ സന്ദീപ് ശേഖരൻകുട്ടിയോടും രമണിയോടുമായി പറഞ്ഞു, എന്നെ ഇനിയൊരു അന്യനായിട്ട് കാണരുത്. അല്ലയുടെ മുത്തച്ഛനും മുത്തശ്ശിയും എൻ്റെയും കൂടിയാണ്. എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ തന്നിട്ടുള്ള ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി. ഒറ്റപ്പെട്ടു പോയെന്നോ സഹായത്തിന് ആരുമില്ലെന്നോ ഉള്ള ചിന്തയേ വേണ്ട, ഞങ്ങളുണ്ട്. അറിയാം മോനെ. ശേഖരൻകുട്ടി സന്ദീപിൻ്റെ കരം ഗ്രഹിച്ചു. ഞങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു, ഇനിയും ചെയ്യുമെന്നറിയാം. ആ സന്മനസ് മാത്രം മതി ഞങ്ങൾക്ക്. അല്ലിമ രമണിയോട് യാത്ര പറഞ്ഞു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കാണണം. നിങ്ങളിൽ കൂടിയാ ഞാൻ എൻ്റെ അച്ഛനെ കാണുന്നേ. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ, ഇനി ഒരിക്കലും കാണാനും പറ്റില്ലല്ലോ. രമണി അവളെ ആശ്ലേഷിച്ച് നെറുകയിൽ മുകർന്നു. അവർ മനം നിറഞ്ഞ് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് അവളെ യാത്രയാക്കി. തിരിച്ചു പോകുമ്പോൾ അല്ലിമയ്ക്ക് ഇടുക്കി ഡാം കാണണമെന്ന് പറഞ്ഞതിനാൽ സന്ദീപ് ചെറുതോണി വഴിയാണ് കാർ വിട്ടത്. ഇടുക്കി ഡാമും ചെറുതോണി ഡാമും കണ്ട ശേഷം അവർ റിസർവ് വനത്തിലൂടെയുള്ള പാതയിലൂടെ കാർ ഓടിച്ച് കുളമാവ് ഡാമിലെത്തി. അവിടെയും കാർ നിർത്തി കാഴ്ച കണ്ടു. വീണ്ടും യാത്ര തുടർന്നു. നാടുകാണി ചുരത്തിന് മുകളിലെത്തിയപ്പോൾ സന്ദീപ് ഇടതുവശത്തെ പോക്കറ്റ് റോഡിലേക്ക് കാർ തിരിച്ചു. ഒരു ഇരുനില കെട്ടിടത്തിൻ്റെ കാർ പോർച്ചിൽ കാർ ചെന്ന് നിന്നു. നാടുകാണി പവലിയൻ ആയിരുന്നു അത്. ഇതൊരു വ്യൂ പോയിൻ്റാണ്, പഴയൊരു സൂയിസൈഡ് പോയിൻ്റ്. സന്ദീപ് ഡോർ തുറന്നിറങ്ങി. പുറകെ അല്ലിമയും ഇറങ്ങിച്ചെന്നു. നാടുകാണി വ്യൂ പോയിൻ്റ് പവലിയൻ്റെ കമ്പിവേലിക്കരികെ നിന്ന് വിദൂരതയിലേക്ക് നോക്കിയ അല്ലിമയുടെ മിഴികളിൽ ആശ്ചര്യം വിടർന്നു. വൗ, ബ്യൂട്ടിഫുൾ! എന്തു ഭംഗി കാണാൻ! അല്ലിമ ഉല്ലാസഭരിതയായി. അങ്ങനെ നമ്മൾ ഇവിടെയും എത്തി. സന്ദീപ് പുഞ്ചിരി പൂണ്ടു. ഇവിടെയും എന്ന് വെച്ചാൽ? അല്ലിമ സാഗൂതം അവനെ നോക്കി. ഓർത്ത് നോക്ക്, നമ്മുടെ കണ്ടുമുട്ടൽ ഒരു ചെറിയ സംഭവമായിരുന്നു. ഒരു ഹൗസ് വാമിംഗ്. അന്ന് എത്ര പേരെ കണ്ടു, പരിചയപ്പെട്ടു, നമ്മൾ ഓർക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മുടെ കണ്ടുമുട്ടലോ? അതിനുശേഷം എന്തെല്ലാം സംഭവങ്ങൾ! എവിടെയെല്ലാം നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്തു! എന്തെല്ലാം പ്രതിബന്ധങ്ങളെ നേരിട്ടു! എത്രയെത്ര നിഗൂഢതകളുടെ മറ നീക്കി! ആരെയെല്ലാം കണ്ടെത്തി! ആരെയൊക്കെ നഷ്ടപ്പെട്ടു! നമ്മുടെ ആ കണ്ടുമുട്ടലായിരുന്നു എല്ലാറ്റിനും നിമിത്തം. ശരിയാണ്. അല്ലിമ പ്രേമപൂർവ്വം അവനോട് ചേർന്ന് നിന്ന് ദൂരേക്ക് നോക്കി. പവലിയന് താഴെയുള്ള സൂയിസൈഡ് പോയിന്റിലെ പാറക്കെട്ടും വനാന്തരങ്ങളും, അങ്ങ് അഗാധ താഴ്വരയെ പകുത്തൊഴുകുന്ന ജലപ്രവാഹം,
ക്രമേണ പുഴയായി മാറുന്നതും അവയ്ക്ക് മീതെയുള്ള പാലങ്ങളും കൈരേഖ പോലുള്ള റോഡുകളും പുഴ ചെന്ന് ചേരുന്നിടത്തെ മലങ്കര ഡാമും ഇരുവശങ്ങളിലെയും പർവ്വതങ്ങളും പാറക്കെട്ടുകളും പാലരുവികളും ചേർന്നുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു. സായാഹ്ന സൂര്യൻ്റെ മഞ്ഞവെയിൽ വീണ വിദൂര സമതലങ്ങൾ അങ്ങകലെ ചക്രവാളത്തിൽ ലയിച്ചു ചേരുന്ന പോലെ. സന്ദീപ് അവളുടെ അരയിൽ കൈചുറ്റി. അല്ലിമ അവൻ്റെ ചുമലിൽ ശിരസർപ്പിച്ച് ആനന്ദമുക്തയായി നിന്നു. നോവൽ അവസാനിച്ചു.